ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാഗമണ്ണിലേക്കുള്ള യാത്രയിൽ കുട്ടിക്കാനത്തിനടുത്ത് സെൻറ്റ് ജോർജ് CSI ചർച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുട്ടിക്കാനം ഏലപ്പാറ റൂട്ടിൽ റോഡിന് ഇടതുവശത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നിരവധി സഞ്ചാരികളാണ് ദിവസേന ഈ ആരാധനാലയം കാണാനെത്തുന്നത്. ഗോത്തിക് വാസ്തുവിദ്യയിൽ പണി കഴിപ്പിച്ച ബ്രിട്ടീഷ് ആരാധനാലയമാണ് സെൻറ്റ് ജോർജ് CSI ചർച്ച്. യൂറോപ്യൻ നിർമ്മാണ ശൈലിയുടെ പ്രൗഢിയും ചരിത്രവും ചേർന്നു നിൽക്കുന്ന പീരുമേട് പള്ളിക്കുന്ന് ചർച്ചിന് 155 വർഷത്തിലേറെ പഴക്കമുണ്ട്. ചരിത്ര പ്രാധാന്യം നിറഞ്ഞ പള്ളിക്കുന്ന് ദേവാലയം ഇംഗ്ലണ്ടിൻ്റെ കാവൽ പിതാവായ സെൻറ്റ് ജോർജിൻ്റെ നാമധേയത്തിലാണ് അറിയപ്പെടുന്നത്. 155 വർഷങ്ങൾ പഴക്കമുള്ള ഇരിപ്പിടങ്ങളും ഉപകരണങ്ങളും തന്നെയാണ് ഇന്നും ഇവിടെ കാണാൻ കഴിയുന്നത്. തിരുവിതാംകൂർ രാജവംശം ദേവാലയ നിർമ്മാണത്തിനായി 15 ഏക്കർ സ്ഥലം CMS മിഷണറിയായ ഹെൻറി ബേക്കർ ജൂനിയറിന് കൈമാറുകയായിരുന്നു. 1869 ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. കുരിശിൻ്റെ ആകൃതിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിയോട് ചേർന്നുള്ള ബ്രിട്ടീഷ് സെമിത്തേരിയും ലോകശ്രദ്ധ നേടിയിട്ടുള്ള ഒന്നാണ്. മൂന്നാറിലെ കണ്ണൻദേവൻ തേയിലത്തോട്ടങ്ങൾ ഉൾപ്പെടെ ആരംഭിച്ച ജോൺ ഡാനിയൽ മൺട്രോയെ അടക്കം ചെയ്തതും ഈ സെമിത്തേരിയിലാണ്. 1833 ജനിച്ച ജോൺ ഡാനിയൽ മൺട്രോ 1895 അദ്ദേഹത്തിൻ്റെ 61ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്. മൺട്രോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ്. JD മൺട്രോ മൂന്നാറിൻ്റെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. JD മൺട്രോ മരിക്കുന്നതിന് മുൻപ് ഒരു ആഗ്രഹം മുന്നോട്ട് വച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന ഡൗണി എന്ന പെൺകുതിരയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കല്ലറയുടെ എതിർവശത്ത് തന്നെ അടക്കം ചെയ്യണമെന്നുള്ളത്. സാധാരണയായി സെമിത്തേരിയിൽ മൃഗങ്ങളെ അടക്കം ചെയ്യാറില്ല. എന്നാലും മൺട്രോയുടെ ആഗ്രഹം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കല്ലറയുടെ നേരെ എതിർവശത്തായിട്ട് തന്നെയാണ് ഡൗണിയെയും അടക്കം ചെയ്തത്. അത്രയേറെ പ്രിയമായിരുന്നു അദ്ദേഹത്തിന് ആ വെള്ളക്കുതിര. സമർത്ഥമായ വനഭൂമിയുടെ അന്ത്യവും തോട്ടവിളകളുടെ ആരംഭവുമായിരുന്നു മൺട്രോയുടെ സംഭാവന എന്ന് വേണമെങ്കിലും പറയാം. പള്ളിയുടെ ചുറ്റുമുള്ളതുപോലെ തന്നെ സെമിത്തേരിയിലും സൈപ്രസ് മരങ്ങൾ കാവൽ നിൽക്കുന്നു. ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ്റെ കീഴിലാണ് ഈ സെമിത്തേരി ഇന്നുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻസിനെ ഇവിടെ അടക്കാനുള്ള അനുമതിയില്ല. എന്നാൽ ഒരു ഇന്ത്യക്കാരനെ ഈ സെമിത്തേരിയിൽ അടക്കം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾക്ക് പള്ളിയിലെ മാസിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അവർക്കായി ഹെൻറി ബേക്കർ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന പാസ്റ്ററായിരുന്നു റവറൻ നല്ല തമ്പി. അദ്ദേഹമാണ് ഈ ബ്രിട്ടീഷ് സെമിത്തേരിയിൽ സ്ഥാനം പിടിച്ച ഏക ഇന്ത്യക്കാരൻ. ജോൺ ഡാനിയൽ മൺട്രോയുടെ മരണ ശുശ്രൂഷകൾ ചെയ്തതും റവറൻ നല്ല തമ്പി എന്ന പാസ്റ്ററാണ്. 35 കല്ലറകളുള്ള ഈ സെമിത്തേരിയിൽ 36 പേരെ അടക്കിയിട്ടുണ്ട്. ഒരു കല്ലറയിൽ ഇരട്ടകളായിട്ടുള്ള കുട്ടികളെയാണ് അടക്കിയിട്ടുള്ളത്. പള്ളിയുടെ ആരംഭഘട്ടങ്ങളിൽ ഈ സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് പൂന്തോട്ടമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സെമിത്തേരിയുടെ ഈ വശത്തായിട്ടാണ് റവറൻ നല്ല തമ്പിയെ അടക്കം ചെയ്തിട്ടുള്ളത്. ബേക്കർ കുടുംബത്തോടുള്ള വിശിഷ്ട സേവനങ്ങളുടെ ഫലമായി അവരോടൊപ്പം ഇന്നും ഓർക്കപ്പെടാനും ചരിത്രത്തിൻ്റെ ഭാഗമാകാനും നല്ല തമ്പി എന്ന പാസ്റ്ററിന് സാധിച്ചു. ബ്രിജറ്റ് മേരി എന്ന 2 വയസ്സുകാരിയുടെ കല്ലറയും ഇവിടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. 2ാമത്തെ ജന്മദിനം ആഘോഷിക്കേണ്ടിയിരുന്ന ആ ദിവസം തന്നെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ആ കൊച്ചുമാലാഖ. 1932 നവംബർ 4 ജനിച്ച് 1934 നവംബർ 4 മരിച്ച ബ്രിജറ്റ് മേരി സ്റ്റാൻലി ഇവ റോസൺ ദമ്പതികളുടെ മകളായിരുന്നു. വിഷമത്തോടെ തലകുനിച്ച് നിൽക്കുന്ന ഈ കുഞ്ഞു മാലാഖയുടെ മുഖം ആരെയും നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഭൂമിയിൽ നിന്നും അടർത്തി മാറ്റിയതിൻ്റെ വേദന ഈ കൊച്ചു മാലാഖയുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും. ആസ്മ എന്ന അസുഖം ബാധിച്ചാണ് ഈ കുഞ്ഞു മാലാഖ ഈ ലോകത്തോട് വിട പറഞ്ഞത്. മാർബിളിൽ കൊത്തിയെടുത്ത കുഞ്ഞു രൂപമാണ്
ഈ കല്ലറയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത്. ജീവിച്ച് കൊതി തീരും മുന്നേ പൊഴിഞ്ഞുപോയ കുഞ്ഞുമോളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി ഈ മാർബിളിൽ തീർത്ത കല്ലറയെ നമുക്ക് കാണാൻ കഴിയും. അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ ഈ കൊച്ചു മാലാഖയ്ക്ക് ഒരു പിടി റോസാപ്പൂക്കളുമായി ഇനിയും ഞങ്ങളെത്തും. പള്ളിയുടെ പുറകുവശമാണ് ഈ കാണുന്നത്. തദ്ദേശവാസികൾക്കായി പള്ളിയുടെ പുറകുവശത്ത് പ്രത്യേക സെമിത്തേരി ഒരുക്കിയിട്ടുണ്ട്. വേലികൾ കൊണ്ട് അതിർത്തി തിരിച്ചാണ് 2 സെമിത്തേരിയും സൂക്ഷിക്കുന്നത്. ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഈ പള്ളിയും സെമിത്തേരിയും അന്നത്തേതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നവരോടുള്ള നന്ദി എടുത്തു പറയേണ്ട കാര്യമാണ്. ദൂരെ നിന്നും ഒരുപാട് സഞ്ചാരികൾ ദിവസേന എത്താറുണ്ട്. പാർക്കിംഗ് അവൈലബിൾ ആണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.